അവർക്ക് അവരുടെ പ്രചരണം നടത്താനുള്ള ജനാധിപത്യത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമ്മളെന്തിനാ തള്ളി പറയുന്നത്? പ്രധാനമന്ത്രി 5 പ്രാവശ്യം വന്നാൽ നമ്മളെന്താ പേടിച്ചകത്ത് കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മൾ അതിനുള്ള കൗണ്ടർ ക്യാമ്പയിൻ നടത്തും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നതാണ്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പോലും എന്തൊരു ജനാവലിയാണ്. അപ്പോൾ അത് പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. അത് മതേതരത്വം സംരക്ഷിക്കാൻ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും വർഗീയ വിരുദ്ധ പോരാട്ടവും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാരത് ജോഡോ എന്നാണ് പറയുന്നത്, ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ ക്യാമ്പയിനാണ്, ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ. അത് ദേശീയ തലത്തിലും കേരളത്തിലും ഞങ്ങളത് നടത്തുക തന്നെ ചെയ്യും. ആരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും, അതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് മത്സരിച്ചാലും ജയിക്കില്ല എന്ന് ഇന്നലെ PM പ്രതാപൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലോക്കലായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയണം. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയണത്.